ഹായ് ഓൾ, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ. പിറ്റേന്ന് തിങ്കളാഴ്ചയാണ്. അന്ന് അവൻ ശരിക്കും ദുഃഖത്തിലായിരുന്നു. എല്ലാ തിങ്കളാഴ്ചയും ടോം അങ്ങനെ തന്നെ ആയിരിക്കും. കാരണം അടുത്ത ഒരാഴ്ച നീളുന്ന സ്കൂൾ പീഡാനുഭവങ്ങളുടെ തുടക്കം അന്നാണല്ലോ. ടോം കിടക്കയിൽ കിടന്നു തന്നെ ചിന്തിച്ചു തുടങ്ങി. എന്തെങ്കിലും അസുഖമുണ്ടായിരുന്നെങ്കിൽ സ്കൂളിൽ പോകാതെ വീട്ടിൽ കിടക്കാമായിരുന്നു. വയറുവേദന അഭിനയിച്ചാലോ എന്നായിരുന്നു ആദ്യത്തെ ചിന്ത. ഡോക്ടറെ കാണിച്ചാലോ എന്നോർത്തപ്പോൾ ആ ചിന്ത വന്ന പോലെ തന്നെ പോയി. പിന്നീട് മുൻവരിയിലെ ഇളകുന്ന പല്ലിനെ പറ്റിയാണവൻ ചിന്തിച്ചത്. അതിനെപ്പറ്റി അമ്മായിയോട് പറയാൻ തുടങ്ങുമ്പോഴാണ് അതിൻ്റെ വരും വരായികളെപ്പറ്റി ഓർത്തത്. അതും കൊണ്ട് അമ്മായിയുടെ അടുത്തേക്ക് ചെല്ലാത്ത താമസം. അവരത് പറിച്ചിട്ടേ അടങ്ങൂ. അതുകൊണ്ട് അവസാനം തൻ്റെ തള്ളവിരൽ വേദനിക്കുന്നുവെന്ന് നടിക്കാൻ അവൻ തീരുമാനിച്ചു. വേദനയുണ്ടെന്ന് അഭിനയിക്കേണ്ട തള്ളവിരൽ പുതപ്പിനടിയിൽ നിന്ന് വലിച്ചെടുത്ത് പരിശോധിച്ചിട്ട് ടോം മോങ്ങാനും നരങ്ങാനും തുടങ്ങി. സിഡ് ഉണർന്ന് ടോമിനെ മിഴിച്ചു നോക്കി. ടോമാകട്ടെ താൻ മരിക്കാൻ പോവുകയാണെന്ന് ഭാവിച്ചു. സിഡ് ഓടി താഴെ അമ്മായിക്കരികിലെത്തി വിളിച്ചു കൂവി, അയ്യോ പോളി അമ്മായി, ഓടി വായോ, ടോം മരിക്കാൻ പോകുന്നേ. അമ്മായി അതുകേട്ട് മുകളിലേക്ക് പാഞ്ഞു. കിടക്കൈക്കരികിലെത്തിയപ്പോൾ അവർ കിതയ്ക്കുന്നുണ്ടായിരുന്നു. പോളി അമ്മായി, എൻ്റെ മുറിഞ്ഞ വിരൽ കണ്ടോ? എന്തൊരു വേദനയാണെന്നോ. അത്രയ്ക്കു വേദന ഉള്ളതുകൊണ്ട് പല്ലിൻ്റെ കാര്യം ഞാൻ ശ്രദ്ധിച്ചതു കൂടിയില്ല. അപ്പോഴാണ് ഒരു പല്ല് ഇളകിയിരിക്കുന്നതായി അമ്മായിയുടെ ശ്രദ്ധയിൽപ്പെട്ടത്. അവർ നൂലെടുത്ത് അതിൻ്റെ ഒരറ്റം ടോമിൻ്റെ പല്ലിലും മറ്റേ അറ്റം കട്ടിലിൻ്റെ കാലിലും കെട്ടി. പിന്നെ തീക്കൊള്ളിയെടുത്ത് ടോമിൻ്റെ മുഖത്തിനു നേരെ തിടുക്കത്തിൽ കുത്താനോങ്ങി. അതോടെ ഇളകിയ പല്ലു പറഞ്ഞ് കട്ടിൽ കാലിൽ കിടന്നാടി. പ്രാതലിനു ശേഷം ടോം സ്കൂളിലേക്ക് പോയി. പയ്യന്മാരെല്ലാം അവൻ്റെ ചുറ്റും കൂടി. അവൻ്റെ മുകളിലത്തെ മുൻവരിപ്പല്ലിനിടയിൽ വന്ന വിടവു കാണാൻ. പുതിയ രീതിയിൽ പ്രശംസാർഹമായ നിലയിൽ തുപ്പിക്കാണിച്ച് അവൻ സ്കൂളിലെ ഹീറോ ആയി മാറി. വഴിയിൽ ടോം സോയർ ഹക്കിൾബറി ഫിൻ എന്ന തെമ്മാടിപ്പയ്യനെ കണ്ടു. അവൻ്റെ അച്ഛനൊരു മുഴുക്കുടിയനായിരുന്നു. മഹാതെമ്മാടിയും മടിയനും വഷളനും ആയിരുന്നു ഹക്കിൾബറി. അതുകൊണ്ടുതന്നെ കുട്ടികളുടെയെല്ലാം ആരാധനാപാത്രമായി മാറാൻ അവനു കഴിഞ്ഞു. അവൻ്റെ വിലക്കപ്പെട്ട സംഘത്തിൽ ചേരാനും അവനെപ്പോലെ ആയിത്തീരാനുള്ള ധൈര്യം ലഭിക്കാനും കുട്ടികളെല്ലാം ആഗ്രഹിച്ചു. ഹക്കിനോട് കൂട്ടുകൂടുന്നതിന് കഠിന വിലക്കുണ്ടായിരുന്നെങ്കിലും കിട്ടുന്ന സന്ദർഭങ്ങളൊന്നും ടോം പാഴാക്കിയില്ല. മുതിർന്നവർ കളയുന്ന വസ്ത്രങ്ങളാണ് സാധാരണ ഹക്ക് ധരിക്കുക. അതാകട്ടെ ആകെ കീറിപ്പറിഞ്ഞതായിരിക്കും. ഹക്കിനെ കണ്ടയുടനെ ടോം ചോദിച്ചു, ഹലോ ഹക്കിൾബറി, എന്താ നിൻ്റെ കയ്യിൽ? ഒരു ചത്ത പൂച്ച. എന്തിനാണ് ഹക്ക് ഈ ചത്ത പൂച്ച? അരിമ്പാറയ്ക്കു പറ്റിയ മരുന്നായത്, ഹക്ക് വിവരിച്ചു തുടങ്ങി. ചത്ത പൂച്ചയും കൊണ്ട് രാത്രിയിൽ ശ്മശാനത്തു ചെല്ലണം. ഏതെങ്കിലും ദുഷ്ടമനുഷ്യനെ മറവു ചെയ്ത സ്ഥലത്ത്. ശവമെടുക്കാൻ അർദ്ധരാത്രിയിൽ ചെകുത്താന്മാർ വരും. പക്ഷേ നമുക്കവരെ കാണാൻ കഴിയില്ല. അവരുടെ ശബ്ദം മാത്രം കേൾക്കാം. അവർ അതും എടുത്തു കൊണ്ടുപോകുമ്പോൾ അവരുടെ പിറകെ പൂച്ചയെ വലിച്ചെറിഞ്ഞിട്ടു പറയണം, ചെകുത്താനെ ശവത്തെ അനുഗമിക്കൂ, പൂച്ചയെ ചെകുത്താനെ പിൻചെല്ലൂ, അരിമ്പാറെ പൂച്ചയെ അനുഗമിക്കൂ, ഞാൻ നിന്നോട് കൽപ്പിക്കുന്നു. ഈ പണി ചെയ്താൽ ഏത് അരിമ്പാറയും ഇല്ലാതാകും. അതു കേട്ടപ്പോൾ ടോമിന് ജിജ്ഞാസ അടക്കാനാവാതായി. എങ്ങനെയെങ്കിലും ആ പണിയൊന്നു കാണണം. അതുകൊണ്ട് ആ രാത്രിയിൽ ഹക്കിനൊപ്പം ശ്മശാനത്തിലേക്ക് പോകാനുള്ള ആഗ്രഹം അവൻ പ്രകടിപ്പിച്ചു. പകരം തൻ്റെ പറഞ്ഞ പല്ലു കൊടുക്കാമെന്നവൻ സമ്മതിച്ചു. പ്രലോഭനം അത്രമേൽ ശക്തമായിരുന്നതുകൊണ്ട് ഒടുവിൽ ഹക്ക് സമ്മതം മൂളി. ടോം സ്കൂളിലെത്തിയപ്പോഴേക്കും ക്ലാസ് തുടങ്ങിക്കഴിഞ്ഞിരുന്നു. മാസ്റ്റർ ടോം താമസിച്ചതിൻ്റെ കാരണം തിരക്കി. അവൻ ആദ്യം കള്ളം പറയാൻ നോക്കി. പക്ഷേ തൻ്റെ കണ്ണിൽ ആ പുതിയ പെൺകുട്ടിയുടെ രൂപം പതിഞ്ഞ ഉടനെ അവൻ സത്യം തുറന്നു പറഞ്ഞു. സർ, ഞാൻ ഹക്കിൾബറി ഫിന്നുമായി സംസാരിച്ചു നിന്നതുകൊണ്ടാണ് താമസിച്ചത്. മാസ്റ്റർ ഹതാശനായി അവനെ തുറിച്ചു നോക്കി.
തുടർന്ന് കൈ തളരും വരെ അവനെ അടിച്ചു. ഒടുവിൽ പെൺകുട്ടികളുടെ ഇടയിൽ കൊണ്ടുപോയി ഇരുത്തി. അതവനൊരു പ്രശ്നമേ ആയിരുന്നില്ല. കാരണം അവിടെ ആ പുതിയ പെൺകുട്ടിയുണ്ടായിരുന്നു, ബൈക്കി താച്ചർ. അങ്ങനെ അവർ പരിചയപ്പെട്ടു.